ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തണിലെ ഡാറ്റ ടൈപ്സിനെ പറ്റിയാണ്. പൈത്തണിൽ പ്രധാനമായും 5 ടൈപ്പ് ഡാറ്റ ടൈപ്സ് ആണ് വരുന്നത്: നമ്പേഴ്സ്, സ്ട്രിങ്സ്, ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി. അപ്പോൾ നമ്പേഴ്സും സ്ട്രിങ്സും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ കണ്ടതാണ്. നമ്പേഴ്സിൽ ഇൻറ്റ്, ഫ്ലോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. സ്ട്രിങ്ങും നമ്മൾ കുറേ നോക്കിയതാണ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി എന്നിവയെ പറ്റിയാണ്. ഡാറ്റ ടൈപ്പിലേക്ക് കടക്കും മുന്നേ നമുക്ക് പൈത്തണിൽ എങ്ങനെയാണ് കമൻസ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. കമൻസ് എഴുതാൻ നമ്മൾ ഹാഷ് എന്ന സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. ഹാഷിന് ശേഷം നമുക്ക് വേണ്ട കമൻസ് എഴുതാവുന്നതാണ്. ഇനി പൈത്തൺ ഡാറ്റ ടൈപ്പ് ആയ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ഡാറ്റ ഐറ്റംസിന്റെ ഓർഡേർഡ് കളക്ഷൻ. ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്, എന്ന് വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ 2 വഴികളാണുള്ളത്. ഒന്നെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചും. നമുക്കിത് രണ്ടും ഉപയോഗിച്ച് 2 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. വേരിയബിൾ നെയിം കൊടുത്തു. ഇനി സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ ലിസ്റ്റിലേക്ക് വേണ്ട ഡാറ്റ കൊടുക്കണം. ലിസ്റ്റിലേക്കുള്ള ഡാറ്റയ്ക്ക് ഡാറ്റ ടൈപ്പ് പ്രശ്നമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ലിസ്റ്റിലേക്ക് നൽകാം. അപ്പോൾ ലിസ്റ്റ് 1ലേക്ക് 1 എന്ന ഇൻറ്റീജറും പിന്നെ പൈത്തൺ എന്ന സ്ട്രിങ്ങും നൽകി. ഇനി ലിസ്റ്റ് 2 എന്ന വേരിയബിളിലേക്ക് ലിസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് 2 എന്ന ഇൻറ്റീജറും PHP എന്ന സ്ട്രിങ്ങും കൊടുത്തു. ഇനി ഈ 2 ലിസ്റ്റും നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 2 ലിസ്റ്റും പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി ലിസ്റ്റിലെ ഓരോ പൊസിഷൻ വെച്ച് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാല്യൂ ആയ 1 ആണ് ഔട്ട്പുട്ടായി വേണ്ടതെങ്കിൽ പ്രിന്റ് ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റിൽ പൊസിഷൻ 0 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് 1 ഔട്ട്പുട്ടായി കിട്ടും. ഇതുപോലെ ഏത് പൊസിഷൻ കൊടുത്താലും ആ പൊസിഷനിലെ വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ അവസാന വാല്യൂ ഔട്ട്പുട്ടായി കിട്ടണമെങ്കിൽ പ്രിന്റിനുള്ളിൽ ലിസ്റ്റ് 1 ഓഫ് -1 എന്ന് കൊടുത്താൽ മതി. ലിസ്റ്റിന്റെ പൊസിഷൻ ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റിലേക്ക് 0, 1, 2, 3 എന്നിങ്ങനെയും ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് -1, -2, -3 എന്നിങ്ങനെയുമാണ് കൗണ്ട് ചെയ്യുന്നത്. ഇനി ലിസ്റ്റിലേക്ക് നമുക്കൊരു വാല്യൂ ആഡ് ചെയ്യാൻ അപ്പൻഡ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ലിസ്റ്റിലേക്ക് ഇപ്പം നമുക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലിസ്റ്റ് 1 ഡോട്ട് അപ്പൻഡ് പാരാന്തസിസിനുള്ളിൽ വാല്യൂ ടൈപ്പ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ PHP എന്ന സ്ട്രിങ് ആണ് കൊടുത്തത്. ഇനി ഈ ലിസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ആഡ് ചെയ്ത വാല്യൂവും ലിസ്റ്റിനുള്ളിൽ കാണാവുന്നതാണ്. ഇനി നമുക്കൊരു പ്രത്യേക പൊസിഷനിലാണ് വാല്യൂ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇൻസേർട്ട് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസേർട്ട് ഉപയോഗിച്ച് നമുക്ക് 3 എന്ന ഇൻറ്റീജർ പൊസിഷൻ 1ലേക്ക് ആഡ് ചെയ്യാം. ലിസ്റ്റ് 1 ഡോട്ട് ഇൻസേർട്ട് പാരാന്തസിസിനുള്ളിൽ ആദ്യം പൊസിഷനും കോമ പിന്നെ വാല്യൂവും കൊടുക്കുക. ഇനി പ്രോഗ്രാം റൺ ചെയ്താൽ നമുക്ക് ലിസ്റ്റിന്റെ 1 എന്ന പൊസിഷനിൽ 3 കാണാവുന്നതാണ്. ഇനി ലിസ്റ്റിലെ ഏതെങ്കിലും വാല്യൂ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ലിസ്റ്റിലെ പൈത്തൺ എന്ന വാല്യൂ റിമൂവ് ചെയ്യണമെങ്കിൽ ലിസ്റ്റ് 1 ഡോട്ട് റിമൂവ് പാരാന്തസിസിനുള്ളിൽ പൈത്തൺ എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലിസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ പൈത്തൺ റിമൂവ് ആയതായി കാണാം. ലിസ്റ്റിലെ ലാസ്റ്റ് എലമെന്റ് റിമൂവ് ചെയ്യാൻ പോപ്പ് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ലിസ്റ്റ് 1 ഡോട്ട് പോപ്പ് കൊടുത്ത് ലിസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ ലാസ്റ്റ് എലമെന്റ് റിമൂവ് ആയതായി കാണാം. ഇനി ലിസ്റ്റിലെ എല്ലാ എലമെന്റ്സും റിമൂവ് ചെയ്ത് ലിസ്റ്റ് ക്ലിയർ ആകണമെങ്കിൽ ക്ലിയർ ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ ലിസ്റ്റ് ക്ലിയർ ചെയ്യുവാൻ ലിസ്റ്റ് നെയിം ഡോട്ട് ക്ലിയർ എന്ന് കൊടുത്താൽ മതി.
അപ്പോൾ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് എം ടി ലിസ്റ്റ് ആണ് ഔട്ട്പുട്ടായി വന്നത്. ഇനി ലിസ്റ്റ് മൊത്തമായി ഡിലീറ്റ് ചെയ്യാൻ ഡെൽ എന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. ഡെൽ സ്പേസ് ലിസ്റ്റ് നെയിം കൊടുത്താൽ ലിസ്റ്റ് ഡിലീറ്റ് ആവുന്നതാണ്. ഇനി ലിസ്റ്റ് പ്രിന്റ് ചെയ്യിച്ചാൽ ലിസ്റ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന എറർ ആണ് നമുക്ക് ലഭിക്കുക. ഇനി രണ്ട് ലിസ്റ്റ് എങ്ങനെ ഒന്നാക്കാം എന്ന് നോക്കാം. ലിസ്റ്റ് കോൺകാറ്റിനേഷന് പ്ലസ് എന്ന സിമ്പൽ യൂസ് ചെയ്താൽ മതി. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ഒന്നാക്കാൻ ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 2 എന്ന് കൊടുത്ത് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് ലിസ്റ്റും ഒന്നായി ഔട്ട്പുട്ടിൽ കാണാം. ഇനി ഒരു ലിസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റാർ സിമ്പൽ ആണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റിനുള്ളിൽ ലിസ്റ്റ് നെയിം സ്റ്റാർ എത്ര തവണ റിപ്പീറ്റ് ആവണോ ആ നമ്പർ കൊടുത്താൽ മതി. ഇവിടെ 3 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 തവണ ലിസ്റ്റിലെ എലമെന്റ്സ് പ്രിന്റ് ആയി വരുന്നത് കാണാം. ഇനി ലിസ്റ്റിലെ ചില എലമെന്റ്സ് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യാൻ റേഞ്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് 1 മുതൽ 10 വരെ നമ്പേഴ്സ് ഉള്ള ഒരു പുതിയ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇനി ഈ ലിസ്റ്റിലെ 1ാമത്തെ പൊസിഷൻ മുതൽ 4ാമത്തെ പൊസിഷൻ വരെയുള്ള എലമെന്റ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ പ്രിന്റിനുള്ളിൽ ലിസ്റ്റ് 1 ഓഫ് 1:4 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ റേഞ്ചിനുള്ളിലുള്ള എലമെന്റ്സ് പ്രിന്റ് ആവും. ഇനി 4ാമത്തെ പൊസിഷൻ മുതൽ ബാക്കിയുള്ളതെല്ലാം പ്രിന്റ് ആവണമെങ്കിൽ 4: മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 4ാമത്തെ പൊസിഷൻ മുതൽ ബാക്കിയുള്ളതെല്ലാം പ്രിന്റ് ആവും. ഇനി ആദ്യം മുതൽ 6ാമത്തെ പൊസിഷൻ വരെ മതിയെങ്കിൽ 6 എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി ലിസ്റ്റിനുള്ളിൽ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഇൻ യൂസ് ചെയ്താൽ മതി. ഈ ലിസ്റ്റിനുള്ളിൽ 2 എന്ന എലമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പ്രിന്റിനുള്ളിൽ 2 ഇൻ ലിസ്റ്റ് 1 എന്ന് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ട്രൂ എന്നും ഇല്ലെങ്കിൽ ഫോൾസ് എന്നും പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ നോട്ട് ഇൻ വെച്ചും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ലിസ്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് ടപ്പിൾ എന്താണെന്ന് നോക്കാം. ടപ്പിളും ലിസ്റ്റ് പോലെ തന്നെയാണ്. എന്നാൽ ആകെയുള്ള വ്യത്യാസം ടപ്പിള് ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് നമുക്ക് ലിസ്റ്റ് പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ടപ്പിള് ക്രിയേറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. 1 പാരാന്തസിസ് ഉപയോഗിച്ചും 2 ടപ്പിൾ ഫംഗ്ഷൻ ഉപയോഗിച്ചും. ഈ 2 രീതിയിൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ടപ്പിൾ 1 എന്ന വേരിയബിൾ എഴുതി ഈക്വൽ ടു പാരാന്തസിസ് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ടപ്പിളിൽ 1 മുതൽ 4 വരെയുള്ള ഇൻറ്റീജേഴ്സും പിന്നെ പൈത്തൺ എന്ന സ്ട്രിങ്ങും വാല്യൂസായി നൽകി. ഇനി രണ്ടാമത്തെ ടപ്പിൾ 2 എന്ന് വേരിയബിൾ നെയിം കൊടുത്തു. ടപ്പിൾ ഫംഗ്ഷൻ എഴുതി അതിനുള്ളിൽ 5, 6, 7, 8 എന്ന ഇൻറ്റീജേഴ്സും PHP എന്ന സ്ട്രിങ്ങും നൽകി. ഇനി ഇത് രണ്ടും പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. പ്രിന്റ് ടപ്പിൾ 1, പ്രിന്റ് ടപ്പിൾ 2. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടപ്പിളും പ്രിന്റായി വന്നിട്ടുണ്ട്. ലിസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത അപ്പൻഡ്, ചേഞ്ച്, ഇൻസേർട്ട് ഫംഗ്ഷൻ ഒഴികെ ബാക്കിയുള്ളതെല്ലാം ടപ്പിളിലും ചെയ്യാൻ കഴിയും. നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഡിക്ഷണറി എന്താണെന്ന് നോക്കാം. ഡിക്ഷണറിയിൽ അൺഓർഡേർഡ് ഡാറ്റ ഐറ്റംസ് ആണ് ഉണ്ടാവുക. ഈ ഡാറ്റ ഐറ്റംസ് കീ വാല്യൂ പെയർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചും ഡിക്റ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് കേർലി ബ്രാക്കറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഡിക്റ്റ് 1 എന്ന് വേരിയബിൾ നെയിം നൽകി ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം കീ ആയി 1 എന്ന ഇൻറ്റീജർ നൽകി, കോളൻ
വാല്യൂ ആയി 1 എന്ന സ്ട്രിങ്ങും നൽകി. പ്രിന്റ് dict1 എന്ന് നൽകി ഡിക്ഷണറി പ്രിന്റ് ചെയ്തു. രണ്ടാമതായി dict2 എന്ന് വേരിയബിൾ നെയിം നൽകി dict ഫംഗ്ഷനുള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുള്ളിൽ ഓരോ പെയർ കീ വാല്യൂസ് പാരാന്തസിസിനുള്ളിൽ വേണം നൽകാൻ. പാരാന്തസിസിനുള്ളിൽ 2 എന്ന ഇൻറ്റീജർ വാല്യൂ ആയി 2 എന്ന സ്ട്രിങ്ങും നൽകി. ഇങ്ങനെ എത്ര കീ വാല്യൂ പെയർ ഉണ്ടോ അതെല്ലാം ഓരോരോ പാരാന്തസിസിനുള്ളിൽ വേണം നൽകാൻ. ഇനി ഈ dict2 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് dict2 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഡിക്ഷണറിയും പ്രിന്റായി. ഇനി കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിക്ഷണറി ആയി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കരുതാം. ആദ്യം കാർ എന്ന വേരിയബിൾ നെയിം നൽകി ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനുള്ളിൽ കീ ആയി ആദ്യം ബ്രാൻഡും വാല്യൂ ആയി ടൊയോട്ട എന്നും നൽകി. ഇതാണ് ആദ്യത്തെ കീ വാല്യൂ പെയർ. അടുത്തത് നൽകാൻ ഇട്ട ശേഷം കീ ആയി മോഡൽ എന്നും വാല്യൂ ആയി ഫോർച്യൂണർ എന്നും കൊടുത്തു. കീ ആയി പ്രൈസും വാല്യൂ ആയി 10 lakhs നൽകി. അപ്പൊ ഇതാണ് നമ്മുടെ ഡിക്ഷണറി. ഇനി ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് കാർ നൽകി റൺ ചെയ്തു. ഓക്കെ, ഡിക്ഷണറി പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഡിക്ഷണറിയിലെ കീസ് മാത്രം പ്രിന്റ് ആവാൻ പ്രിന്റ് കാർ ഡോട്ട് കീസ് എന്ന ഫംഗ്ഷൻ കൊടുത്തു. ഇപ്പൊ നമുക്ക് കീസ് എല്ലാം പ്രിന്റ് ആയത് കാണാം. ഇനി വാല്യൂസ് മാത്രം പ്രിന്റ് ആവാൻ പ്രിന്റ് കാർ ഡോട്ട് വാല്യൂസ് എന്ന ഫംഗ്ഷൻ കൊടുക്കാം. ഇപ്പൊ വാല്യൂസും പ്രിന്റ് ആയി കാണാം. ഇനി നമുക്ക് ഏതെങ്കിലും പ്രത്യേക കീയുടെ വാല്യൂ മാത്രം പ്രിന്റ് ആവാൻ പ്രിന്റ് കാർ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കീ നെയിം കൊടുത്താൽ മതി. ഇവിടെ കാറിന്റെ മോഡൽ എന്ന കീയുടെ വാല്യൂ കിട്ടാൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ മോഡൽ എന്ന് നൽകി. ഇപ്പൊ നമുക്ക് ഫോർച്യൂണർ എന്ന് പ്രിന്റ് ആയത് കാണാം. ഇനി ഡിക്ഷണറിയിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ കാർ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കീ നെയിം കൊടുക്കുക. ഇവിടെ ബ്രാൻഡ് കൊടുത്തു ഈക്വൽ ടു പുതിയ വാല്യൂ BMW എന്ന് നൽകി. പ്രിന്റ് കാർ എന്ന് പ്രിന്റ് ചെയ്യിച്ചാൽ പുതിയ വാല്യൂ ആയ BMW നമുക്ക് ഔട്ട്പുട്ടായി കാണാം. ഏതെങ്കിലും കീ വാല്യൂ പെയർ ഡിലീറ്റ് ചെയ്യാൻ ഡെൽ കാർ സ്ക്വയർ ബ്രാക്കറ്റിൽ കീ നെയിം കൊടുത്താൽ മതി. ഡിക്ഷണറി പ്രിന്റ് ചെയ്താൽ ആ കീ വാല്യൂ ഡിലീറ്റ് ആയതായി കാണാം. ഇനി ഡിക്ഷണറി എംപ്റ്റി ആക്കുവാൻ കാർ ഡോട്ട് ക്ലിയർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പ്രിന്റ് ചെയ്താൽ ഡിക്ഷണറി എംപ്റ്റി ആയതായി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുത്തൻ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്